നിങ്ങളുടെ കുട്ടി കൂടുതൽ സമയവും മൊബൈലിലും ടാബിലും ഐപാഡിലും ഒക്കെ ഗെയിംസ് കളിച്ച് സമയം കളയുവാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ഗെയിംസ് ഒക്കെ കളിക്കാണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം മൊബൈലിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന്? അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. എൻ്റെ പേര് വിജിത. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ പേര് കോഡിംഗ് ഫോർ ദ ലിറ്റിൽ ബ്രെയിൻസ്. കഴിഞ്ഞ വീഡിയോയിൽ സ്ക്രാച്ച് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പാരൻസ് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ 4 വയസ്സുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിങ്ങിനുള്ള ആപ്സ് ഉണ്ടോ എന്നായിരുന്നു അവർ ചോദിച്ചത്. അപ്പോൾ ഈ സ്ക്രാച്ച് ടീം തന്നെ 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോഡിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്ക്രാച്ച് ജൂനിയർ. ഈ ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസസിന് പ്ലേ സ്റ്റോറിൽ നിന്നും ഐപാഡിന് ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് ഐഫോൺസിന് ഈ ആപ്പ് അവൈലബിൾ അല്ല, ഐപാഡിന് മാത്രമേ ഈ ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അധികമൊന്നുമില്ല, ഫോട്ടോ ആക്സസും പിന്നെ മൈക്ക് ആക്സസും ഒക്കെയാണ്. അത് അലോ ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് എല്ലാം ഈ ഒരു ഏരിയയിലാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഈ ആപ്പ് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ, നിങ്ങളൊരു പ്രോഗ്രാമർ ആയിരിക്കണം എന്നോ നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം എന്നോ അങ്ങനെ ഒന്നുമില്ല. ഈ സ്ക്രാച്ച് ടീം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽസ് ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ സിമ്പലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് ഗൈഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓരോരോ ഐക്കണും എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 1ൽ കണ്ടാൽ സേവ്, അത് സേവിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. സേവ് ദ കറൻറ്റ് പ്രൊജക്റ്റ് ആൻഡ് എക്സിറ്റ് ടു ദ ഹോം പേജ്. അങ്ങനെ ഓരോ നമ്പറിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പെയിൻറ്റ് എഡിറ്റർ ഗൈഡുമുണ്ട്. ആ പെയിൻറ്റ് എഡിറ്റർ ഗൈഡ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇല്ലാത്ത ഒരു ഇമേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ല കളർ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. ഇനി ബ്ലോക്സ് ഗൈഡ് എന്താണെന്ന് നോക്കാം. ബ്ലോക്സ് ഗൈഡ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ സ്ക്രാച്ചിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ സ്പ്രൈറ്റ് എന്താണ്, ബ്ലോക്സ് എന്താണ്, അതൊന്നും ഇപ്പം ഞാൻ പറയുമ്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കാണാം. അതിൻ്റെ അകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്സിൽ ഈ ഓരോ ബ്ലോക്സും എന്താ ചെയ്യുന്നത് എന്ന് ഇവർ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഐക്കൺ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ട് ഓൺ ടാപ്പ് സ്റ്റാർട്ട്സ് ദ സ്ക്രിപ്റ്റ് വെൻ യു ടാപ്പ് ഓൺ ദ ക്യാരക്ടർ. അതായത് നമ്മൾ ക്യാരക്ടറിൽ തൊടുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ആക്ഷൻസ് എല്ലാം ചെയ്യും. അങ്ങനെ എല്ലാ ബ്ലോക്സിനും കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി സ്ക്രാച്ച് ടീം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫാം എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ വളരെ ഫെമിലിയർ ആയിരിക്കും. ഇതാണ് സ്പ്രൈറ്റിൻ്റെ സെക്ഷൻ, അതായത് ഈ സെക്ഷൻ. ഇവിടെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന എല്ലാ സ്പ്രൈറ്റ്സും ലിസ്റ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സീൻസാണ്. അതായത് നിങ്ങൾക്കിപ്പം ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു ഫാം അല്ലേ. നിങ്ങൾ ഇനി എന്തെങ്കിലും ആക്ഷൻ ചെയ്യുമ്പോൾ ഫാം എന്ന് നമുക്കൊരു പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു ബീച്ചിൻ്റെ ഒരു സീൻ ഇവിടെ ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ പ്രോഗ്രാം ചെയ്യുവാണ് ചെയ്യുക. നിങ്ങൾക്ക് ടോട്ടൽ 4 സീൻസാണ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആ സീൻസ് ഇങ്ങനെ കാണിക്കും ഇവിടെ. ഈ ഏരിയയിലാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് എല്ലാം, ഈ ഏരിയയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഒന്നും അറിയണമെന്ന് ആവശ്യമില്ല ഇത് നിങ്ങളുടെ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്പ്രൈറ്റ്സ് കണ്ടോ, ഈ ഏരിയയിൽ ആ സ്പ്രൈറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്പ്രൈറ്റിനും എന്താ പ്രോഗ്രാമിംഗ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പെഗ്ഗിനെ എടുത്താൽ നമുക്കിതെങ്ങനെയാണ് അനലൈസ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ ഐക്കൺ എന്താ, ഒരു ടാപ്പ് ചെയ്യുന്ന ഐക്കണാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, ഈ പെർട്ടിക്കുലർ മനുഷ്യൻ്റെ പിക്ചർ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക.
സോറി അതിലല്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ഈ പെർട്ടിക്കുലർ ഐക്കൺ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓൺ ടാപ്പ് പിക്ക്, അതായത് ഈ പിക്കിൽ ടാപ്പ് ചെയ്യുക. ഈ പിക്കിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പെർട്ടിക്കുലർ ആക്ഷൻ നടക്കും. ഈ ആക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സൗണ്ടിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേ റെക്കോർഡഡ് സൗണ്ട്. അതായത് പിക്കിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൗണ്ട് എന്താണോ റെക്കോർഡ് ചെയ്തേക്കുന്നത് അത് ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലേ? പിക്കിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മോഷൻ എന്ന് പറയുന്ന ഇതിൽ പോവുക, ആ പെർട്ടിക്കുലർ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ വരും ഹോപ്പ്. അതായത് ഹോപ്പിന് താഴെ 461 എന്ന് സെയിം സിമ്പിളാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. 461 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുക? 4 ടൈംസ് ഹോപ്പ് ചെയ്യും, 6 ടൈംസ് ഹോപ്പ് ചെയ്യും, 1 ടൈം ഹോപ്പ് ചെയ്യും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, എന്നിട്ട് നിങ്ങളുടെ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കുട്ടികളിത് വളരെ വേഗം അതായത് മനസ്സിലാക്കി എടുത്തോളും. ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാം അവർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ടാണ് ഈ ചെറിയ ഏജിൽ തന്നെ അവർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവരുടെ തിങ്കിങ് എബിലിറ്റീനെയൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്ട്സും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് വരിക. ഇനി ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു എംപ്റ്റി പ്രൊജക്റ്റിലേക്ക് പോകും. ഓൾറെഡി ഒരു സ്പ്രൈറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ കൂടുതൽ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം എന്താ പറയുക, ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെല്ലാം. ഞാൻ പിന്നെ വെറുതെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ട്യൂട്ടോറിയൽ ചെയ്തതുപോലെ ആവും. ഇൻ കേസ് നിങ്ങൾക്കിത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കമൻസിൽ ഇട്ടാൽ മതി. ഞാൻ ഈ സ്ക്രാച്ച് ജൂനിയറിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ടൊരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു പെർട്ടിക്കുലർ സ്പ്രൈറ്റിന് ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്പ്രൈറ്റ്സ് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. സീൻസ് ആഡ് ചെയ്യാനും അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, പുതിയൊരു സീൻ ക്രിയേറ്റഡ് ആവും. ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. വളരെയധികം ഹെൽപ്ഫുള്ളാണിത്. കുട്ടികളുടെ ആ തിങ്കിങ് എബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Coding for the little brains. Please share, like and subscribe.